എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നും ഹൈദരാബാദിൽ തന്നെയാണ്. നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന അതിഥി KS മനോഹരൻ നായർ സാറിനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം സാർ, സാറിൻ്റെ വിശേഷങ്ങൾ. ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രത്ത് വിടനാട് ഉരിയാക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ 22ാമത്തെ വയസ്സിൽ ആർമിയിൽ ചേർന്നു. ആർമിയിൽ ഒരു 16 വർഷത്തും ആർമിയിൽ ജോലി ചെയ്തതിന് ശേഷം 98-ൽ ഞാൻ ആർമിയിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം റെയിൽവേയിൽ ജോലി ചെയ്തു. 2020 മെയ് 31 ഞാൻ റെയിൽവേയിൽ നിന്നും റിട്ടയറായി. ഈ പട്ടാളത്തിലേക്ക് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് സർവീസ്? പട്ടാളത്തിൽ നമ്മൾ സാധാരണ ഒരു ജവാനായിട്ട് ചേരുമ്പോൾ അതിൽ ഒരു 5 മാസത്തെ ബേസിക് ട്രെയിനിങ് ഉണ്ട്. അത് കമ്പൾസറി ആണ് എല്ലാവർക്കും. രാവിലെ തന്നെ 5 മണിക്കല്ല 4 മണിക്കല്ല അതിന് മുന്നേ എണീക്കേണ്ടി വരും. കാരണം 7 മണിക്കോ 8 മണിക്കോ നമുക്ക് ഉറങ്ങണം. കാരണം 6 മണി 7 മണിക്കുമ്പോൾ നമുക്ക് ആഹാരം റെഡിയാണ്. ആഹാരം കഴിക്കുക, ഉറങ്ങുക. കൃത്യം നമ്മൾ 7 മണിക്ക് തന്നെ ഉറങ്ങാന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങിയാലും നമുക്ക് ഉറക്കം വരുമോ? നമ്മളെ ശീലിച്ചു പോകും. ശരിക്കണം അല്ല? ഞാൻ പറഞ്ഞതല്ല, നമ്മളിപ്പോ ഉറങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10-15 മണിയാകുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരുള്ളൂ. അതൊന്ന് മാത്രമല്ല, കമ്പൾസറി ആയിട്ട് 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം. മറ്റുള്ളവരൊന്നും സംസാരിക്കാൻ പാടില്ല. ഒരു ഡിസ്റ്റൻസും പാടില്ല. രാവിലെ ഇത്ര മണിക്ക് നമ്മൾ റൈഫിളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ക്വാർട്ടർ ഗാർഡ് എന്ന് പറയും. അവിടെ പോയി നമ്മൾ റൈഫിളും എടുത്ത് പരേഡ് ഗ്രൗണ്ടിൽ നമ്മൾ കൃത്യസമയത്തിന് അവിടെ എത്തിയിരിക്കണം. കൃത്യസമയത്ത് എത്തിയിട്ടില്ലെങ്കിൽ പട്ടാളത്തിന്റെ പണിഷ്മെന്റ് അത് വേറെയാണ്. പുള്ളിക്കാരനെ തോക്കും തോളിൽ വെച്ചുകൊണ്ട് 4 വട്ടം കറങ്ങാൻ പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ക്രോളിംഗ് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള കാരണം കൃത്യനിഷ്ഠ പട്ടാളത്തിൽ ഉള്ളതെന്ന് കൃത്യനിഷ്ഠയാണ്. ഡിസിപ്ലിൻ ഈസ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഇങ്ങനെ 5 മാസത്തെ ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ സംബന്ധിച്ചുള്ള EME എന്ന് പറയുന്നത് ഒരു 54 ട്രേഡ് ഉണ്ട്, ടെക്നിക്കൽ ട്രേഡ്സുകളുണ്ട്. EME ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അത് ഓരോ ട്രേഡ്സുകാർക്കും അതിൻ്റെതായിട്ടുള്ള പരിശീലനമാണ് കൊടുക്കുന്നത്. ഞാനൊരു ക്ലർക്ക് ആയതുകൊണ്ട് എനിക്ക് 8 മാസത്തെ ട്രെയിനിങ് ആണ്. എനിക്ക് ട്രെയിനിങ് കിട്ടുന്നത് ആർമി ക്ലറിക്കൽ സ്കൂൾ ഔറംഗാബാദിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ്. അവിടെ 8 മാസം അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ട്രെയിനിങ് സെന്ററിൽ വരും. അവിടെ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ ഓഫീസ് വർക്ക് എന്തൊക്കെയായിരിക്കും? സാധാരണ ഒരു ഓഫീസിൽ എന്തൊക്കെയാ വർക്ക് ഉള്ളത് അതുപോലെ തന്നെ എല്ലാ വർക്കുകളും ചെയ്യണം. ഈ ആർമി എന്ന് പറയുമ്പോൾ പലർക്കും അറിയത്തില്ല. ഇത് ആർമിയിൽ സർവീസ് ഗ്രൂപ്പും ഉണ്ട്, ഫൈറ്റിംഗ് ഗ്രൂപ്പും ഉണ്ട്. കോർ എന്ന് പറയുന്നതെല്ലാം സർവീസ് ഗ്രൂപ്പാണ്. അവർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ പോസ്റ്റിംഗ് ആണ്. എവറി 3 years അവർ ഇൻഡിവിജ്വൽ പോസ്റ്റിംഗ് പോകും. അതേസമയം ഒരു ആർട്ടിലറി റെജിമെന്റ് ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ആ യൂണിറ്റ് മൊത്തം മൂവ് ആവുകയാണ് ചെയ്യുന്നത്. അവരുടെ എക്യുപ്മെന്റ്സും അവരുടെ ട്രക്കും അവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആണ്. അതാണ് ആർട്ടിലറിയിലെ ഉള്ള റെജിമെന്റിന്റെ മൂവ്മെന്റ്. പക്ഷേ നമ്മുടെ കോറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 3 years ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ആണ്. അങ്ങനെ ട്രാൻസ്ഫർ ആയിട്ടാണ് ഞാൻ ആസാമിൽ നിന്നും 1986 സെക്കൻഡറാബാദിൽ വരുന്നത്. ചിലർ പറയുന്നുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട് 10 വർഷം കഴിയുമ്പോൾ നമുക്ക് വിരമിക്കൽ പോരാം. ചിലർ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സേവനം ചെയ്യാം. അതിന്റെയൊക്കെ ഒരു മാർഗ്ഗരേഖ എങ്ങനെയാണ്? എന്റെ അറിവ് ഉള്ളിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു 90 വരെ 5 വർഷം കഴിഞ്ഞ് പോരുന്നവർക്ക് എക്സ് സർവീസിന്റെ ഒരു ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അത് ക്യാൻസൽ ചെയ്തു. അവസാനം 15 വർഷം സർവീസ് ചെയ്തവർക്ക് മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള എക്സ് സർവീസ്മെന്റ് ഫെസിലിറ്റീസ് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ഓർഡർ വന്നു. അപ്പോൾ ഞാനും ആർമിയിൽ പോകാൻ ഇഷ്ടപ്പെടാതിരുന്ന ഒരാളാണെങ്കിലും എനിക്കും പോരണമെന്നുണ്ടായിരുന്നെങ്കിലും ആ സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 15 വർഷം കംപ്ലീറ്റ് ആവുന്നത് വരെ നോക്കിയിരുന്നു. 15 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അതിന് VR അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടി. ഞാൻ അങ്ങനെ 1998 ജനുവരി 31-ാം തീയതി ആർമിയിൽ നിന്നും വിരമിച്ചു. അതിനുശേഷം ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ റെയിൽവേയുടെ വേക്കൻസി വന്നതനുസരിച്ച് എക്സ് സർവീസ്മെന്റ് കോട്ടയിൽ അപ്ലൈ ചെയ്തു. വെറുതെ ഇരുന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് ഇത്രയും നാൾ ജോലി ചെയ്തില്ല, കുറച്ച് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബിസിനസ് പറഞ്ഞ ഇല്ല ഇങ്ങനെ ഒരു ചാൻസ് കിട്ടത്തില്ല. ബിസിനസ് റെയിൽവേയിലാണ്, അത് പറയാൻ മറന്നുപോയി. അത് വരെ പറയാം. അങ്ങനെ ബിസിനസ് പറഞ്ഞു. അത് അതിനനുസരിച്ച് ഞാൻ അപ്ലൈ ചെയ്തു. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്തു. അത് 1 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവും കഴിഞ്ഞ് അതിനുശേഷമാണ് റെയിൽവേയിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. സൗത്ത് സെൻട്രൽ റെയിൽവേയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇവിടെ തന്നെ കിട്ടി. ആ സൗത്ത് സെൻട്രൽ റെയിൽവേ ഹെഡ് ക്വാർട്ടേഴ്സ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ 8 ഡിസംബർ 1999 ടു 2020 31 മെയ്യിൽ ഞാൻ റിട്ടയർ ആവുകയും. അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേര് സുകുമാരൻ നായർ. ഓക്കെ. അമ്മയുടെ പേര്? അമ്മയുടെ സരോജിനി അമ്മ. സഹോദരങ്ങളും സഹോദരിമാരും? ഞങ്ങൾ 4 പേരാണ്. ഏറ്റവും മൂത്തത് മോഹനൻ നായർ. പുള്ളിക്കാരൻ ഗൾസിന്റെ ബോർഡിൽ ജോലി ഉണ്ടായിരുന്നു, റിട്ടയർഡ് ആയി. പുള്ളിക്കാരന് 2 മക്കളാണ്, 2 പെൺമക്കളാണ്. അവരും എല്ലാവരെയും കല്യാണം കഴിഞ്ഞ് അവർ ഗവൺമെന്റ് ജോലി ചെയ്യുന്നുണ്ട്.
രണ്ടാമത്തതും ചേട്ടനാണ്, ശ്രീകണ്ഠൻ നായർ. പുള്ളിക്കാരൻ ഇപ്പൊ താമസിക്കുന്ന മണക്കാട്ടാണ്. പുള്ളിക്കാരനും 2 മക്കളാണ്. അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. മൂന്നാമത്തെ എന്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് ഉഷാകുമാരി. പുള്ളിക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ പുള്ളിയുടെ ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നു വാട്ടർ വർക്സിൽ അരുവിക്കര. പുള്ളിക്കും 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. എവിടെയായിരുന്നു പഠിച്ചത് സാർ? ഞാൻ നമ്മുടെ വീടിന്റെ അടുത്ത് കൊണ്ണിയൂരിലെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കൊണ്ണിയൂർ LPS സ്കൂളിൽ LPL സ്കൂൾ കളഞ്ഞതിന് ശേഷം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വെള്ളനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇവിടെ ഒരുപാട് മലയാളി അസോസിയേഷൻ ഉണ്ട്. പല അസോസിയേഷനിലും ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറും ട്രഷററും അങ്ങനെ പല കാര്യങ്ങളായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു 45 അസോസിയേഷന്റെ ഒരു ഹെഡായിട്ടുള്ള കോൺഫെഡറേഷൻ ഓഫ് തെലുങ്കു റീജിയൻ മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ട്രഷറായിട്ട് 10 വർഷം കൊണ്ട് ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നു. ഈ വിവാഹം എപ്പോഴായിരുന്നു? വിവാഹം നടന്നത് 1992 മെയ് 8-ാം തീയതി. എവിടെ നടന്നു കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ചു ട്രിവാൻഡ്രം തന്നെയായിരുന്നു. പേരെന്താണ്? ജമുന. അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണോ അതോ വീട്ടുകാരെ തമ്മിൽ ആലോചിച്ചിട്ട് കല്യാണം കഴിച്ചാണോ? രണ്ടായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അത് ആൾക്കാരുമായി വീട്ടുകാരുമായിട്ട് ആലോചിച്ച് അവർ 1989 റെയിൽവേയിൽ ജോലി കിട്ടി. പട്ടത്താണ് വീട്. അവൾ സ്റ്റെനോഗ്രാഫർ ആയിട്ടാണ്, ഹിന്ദി സ്റ്റെനോഗ്രാഫർ. കാരണം നമുക്ക് ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫർ തന്നെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഹിന്ദിയിൽ ഉള്ള സ്റ്റെനോഗ്രാഫി പഠിച്ച് പാസ്സായി. അങ്ങനെയാണ് അവിടെ നിന്നും റെയിൽവേയിൽ ജോലി കിട്ടി. അങ്ങനെ ഇവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു, സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട്. എത്ര മക്കളാണ് സാറിന്? എനിക്ക് ഒരു മകളേ ഉള്ളൂ. എന്താ മോളുടെ പേര്? അശ്വതി നായർ. എന്ത് ചെയ്യുന്നു? അവളെ ഇവിടെ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഒരു മോളേ ഉള്ളൂ, എന്താഗ്രഹം ഞങ്ങൾ സാധിച്ചു തരാൻ തയ്യാറല്ല, നാട്ടിൽ അമേരിക്കയിൽ പോകുന്ന കാര്യത്തിൽ തയ്യാറല്ല എന്ന് പറഞ്ഞു. നിരാശയായി. അതിനുശേഷം എന്തായി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം MBAക്ക് പോയി. 2014 ഇവിടുന്ന് അമേരിക്കയിൽ പോയി. അത് ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയത്. അവിടെ പഠിച്ചു, 2 വർഷം പഠിച്ചതിന് ശേഷം അവിടുത്തെ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ അവളുടെ വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ട് ഇത് മാട്രിമോണിയൽ കൊടുത്തു. അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്നുള്ള ഒരു പയ്യൻ തന്നെ നമുക്ക് അതിൽ വന്നു. അവൻ വർക്ക് ചെയ്യുന്ന കേരളയിലാണ്, അവന്റെ വീട് ഇടപ്പഴിഞ്ഞിയിലാണ്. അങ്ങനെ 2021 ആഗസ്റ്റ് 23-ാം തീയതി നാട്ടിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഹാളിൽ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞു. ഇപ്പം കുറച്ച് നാൾ അവൾ അമേരിക്കയിൽ ജോലി ചെയ്യായിരുന്നു, അവൻ കാനഡയിലും. ഇപ്പോൾ മോള് അവന്റെ കൂടെ അമേരിക്ക തൊട്ടടുത്ത് സ്ഥലമല്ലേ, കാനഡയിൽ താമസിക്കുന്നു. പിന്നെ ആഴ്ചയിൽ ഇറങ്ങി ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കും? ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കും. ഏത് ഭക്ഷണം? പുറത്തുനിന്ന് കഴിക്കാനല്ല, പുറത്തുനിന്ന് വാങ്ങി കഴിക്കും. എന്ത് ഭക്ഷണമാണ് ഇഷ്ടം? ബിരിയാണി, പൊറോട്ട, സാധാരണ ഞങ്ങളുടെ ക്യാമറമാനുണ്ട്, അദ്ദേഹത്തിന് എപ്പോഴും ചിക്കൻ ബിരിയാണി വേണം. ഇവിടുത്തെ പ്രത്യേകിച്ചും ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി. നമ്മുടെ നാട്ടിൽ പോലും കിട്ടാത്ത അത്ര നല്ല ബിരിയാണി ഇവിടെ കിട്ടുന്നു. ഹൈദരാബാദിലെ ബിരിയാണിയാണ് ഏറ്റവും. അപ്പൊ അങ്ങനെ ടിവിയും കണ്ട് പത്രമൊക്കെ വായിച്ച് പുറത്തേക്ക് നടന്ന് നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഒരു വർഷങ്ങളോളം ഈ സന്തോഷത്തോടു കൂടി അങ്ങ് സുഖമായിട്ട് പോട്ടെ എന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ആശംസകളും നന്ദിയും നേരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.